ഓം ശാന്തി. തൻ്റെ ശ്രേഷ്ഠമായ വ്യവഹാരത്തിലൂടെ സർവ ആത്മാക്കൾക്കും സുഖം നൽകുന്ന മഹാൻ ആത്മാവായി ഭവിക്കട്ടെ. ആരാണോ മഹാൻ ആത്മാക്കൾ, അവരുടെ വ്യവഹാരത്തിലൂടെ, അതായത് വിനിമയത്തിലൂടെ സർവ ആത്മാക്കൾക്കും സുഖത്തിൻ്റെ ദാനം ലഭിക്കണം. അവർ സുഖം നൽകുകയും സുഖം എടുക്കുകയും ചെയ്യുന്നു. അതിനാൽ ചെക്ക് ചെയ്യുക, മഹാൻ ആത്മ എന്ന കണക്കിൽ മുഴുവൻ ദിവസവും സർവർക്കും സുഖം നൽകിയോ? പുണ്യത്തിൻ്റെ കർമ്മം ചെയ്തോ? പുണ്യകർമ്മം എന്നത് അർത്ഥമാക്കുന്നത് ആർക്കെങ്കിലും ഏതെങ്കിലും സാധനം നൽകിയാൽ അവരിൽ നിന്നും ആശീർവാദം വരണം. അതിനാൽ ചെക്ക് ചെയ്യുക, ഓരോ ആത്മാവിൽ നിന്നും ആശീർവാദം ലഭിക്കുന്നുണ്ടോ? ആർക്കും ദുഃഖം കൊടുത്തിട്ടില്ല, ദുഃഖമെടുത്തിട്ടുമില്ല. അപ്പോഴാണ് മഹാൻ ആത്മാ എന്ന് പറയുന്നത്. ഓം ശാന്തി.